തന്നെ 100 crore ലോഡിംഗ് പറഞ്ഞിട്ട് പോസ്റ്റർ ഒക്കെ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ഭയങ്കര ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് അവർ ഈ പടം നോർമൽ ഓഡിയൻസിലേക്ക് വരെ എത്തിച്ചത്. ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും വൻ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ അതിനുള്ള കഷ്ടപ്പാടിന് അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് പറയുന്ന സാധനമെങ്കിലും ചെയ്യാനേ എനിക്ക് പറയാനുള്ളൂ. സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഉണ്ണി മുതൽ ഈ മാർക്കോ സിനിമ ഇറങ്ങുന്നതിന്റെ ഏകദേശം 1 to 2 months ബിഫോർ തന്നെ ആളെ ടാഗ് ചെയ്തിട്ട് ഈ മാർക്കോന്റെ BGM ഒക്കെ വെച്ചിട്ട് സകല സ്റ്റോറി ആള് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് ഈ പടം അവര് നോർമൽ ഓഡിയൻസിലോട്ട് എത്തിച്ചത്. സോ ഇപ്പൊ അതിന്റെ പ്രിന്റ് ഒക്കെ ലീക്കായി. സോ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മാർക്കോ ആൻഡ് ഉണ്ണി മൂന്തൻ. സോ ഇപ്പൊ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന 2 പേരാണ്, മാർക്കോയും അതേപോലെ തന്നെ ഉണ്ണി മൂന്തനും. സോ ഉണ്ണി മൂന്തന്റെ സ്റ്റോറി എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. മാർക്കോന്റെ HD പ്രിന്റ് ലീക്ക് ആക്കിയിട്ടുണ്ട്. ഐ എം ഹെൽപ്ലെസ്, വി ആർ ഹെൽപ്ലെസ്, പ്ലീസ് ഡോണ്ട് വാച്ച് പൈറേറ്റഡ് കോപ്പീസ് പറഞ്ഞിട്ട്. ശരിയാണ്, അവര് ഹെൽപ്ലെസ് തന്നെയാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ തിയേറ്റർ പ്രിന്റ്സ് ആയിരുന്നു ലീക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ HD ഹൈ ക്വാളിറ്റി പ്രിന്റ് ആണ് ഇപ്പൊ ഇറങ്ങുന്നത്. അതിപ്പോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മാർക്കോന്റെ മാത്രമല്ല, ബറോസ്, അതേപോലെ തന്നെ എക്സ്ട്രാ ഡീസന്റ്, വിടുതലൈ പാർട്ട് 2, ബേബി ജോൺ, ഇതിന്റെ ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. ഈ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഒരുവിധ എല്ലാ പടത്തിന്റെയും റിലീസ് ആയിട്ടുണ്ട്. ഇപ്പൊ തിയേറ്റർ പ്രിന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് പറയാം തമിഴ് റോക്കേഴ്സ് ഒക്കെ ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ HD ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ, കള്ളൻ കപ്പലിൽ തന്നെ. സോ ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം ഇതിന് സപ്ലൈ പറയുന്ന സാധനം ഉണ്ടാവും. നമ്മൾ കാണാതിരിക്കുക, അതന്നെ ഇതിന് വഴിയുള്ളൂ. അപ്പൊ ഡിമാൻഡ്, അപ്പൊ സപ്ലൈ പറയുന്ന സാധനം തന്നെത്താനെ കുറയും. സോ നമ്മുടെ ട്രാഫിക് സിനിമയിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ ഒരു യെസ് ഇന്ന് നാളെ വലിയൊരു മാറ്റം ഉണ്ടാക്കും, എന്നാൽ നിങ്ങളുടെ ഒരു നോ ഇതൊരു സാധാരണ ദിവസം പോലെ കടന്നു പോകുന്നു. അതന്നെ പറയാനുള്ളൂ. നമ്മളിത് കാണാതിരിക്കുകയെന്ന് വെച്ചാൽ നാളെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും. സോ പല റിവ്യൂവേഴ്സും പറയുന്ന പോലെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണണം അങ്ങനെയൊന്നും ഞാനും പറയില്ല. കാരണം ഈ 10-200 പടം തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. അതിന് ഒരു പടത്തിന് 200 വെച്ച് നോക്കിയാൽ തന്നെ ഒരു കൊല്ലം എത്ര 40,000 റുപ്യ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. സോ OTT പറയുന്ന സാധനം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് സമയവും പൈസയും ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കാണാം, ഇല്ലെങ്കിൽ OTT വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ മാർക്കോ തന്നെ 100 crore ലോഡിംഗ് പറഞ്ഞിട്ട് പോസ്റ്റർ ഒക്കെ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ഭയങ്കര ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് അവർ ഈ പടം നോർമൽ ഓഡിയൻസിലേക്ക് വരെ എത്തിച്ചത്. ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും വൻ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ അതിനുള്ള കഷ്ടപ്പാടിന് അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് പറയുന്ന സാധനമെങ്കിലും ചെയ്യാനേ എനിക്ക് പറയാനുള്ളൂ. സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഉണ്ണി മുതൽ ഈ മാർക്കോ സിനിമ ഇറങ്ങുന്നതിന്റെ ഏകദേശം 1 to 2 months ബിഫോർ തന്നെ ആളെ ടാഗ് ചെയ്തിട്ട് ഈ മാർക്കോന്റെ BGM ഒക്കെ വെച്ചിട്ട് സകല സ്റ്റോറി ആള് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് ഈ പടം അവര് നോർമൽ ഓഡിയൻസിലോട്ട് എത്തിച്ചത്. സോ ഇപ്പൊ അതിന്റെ പ്രിന്റ് ഒക്കെ ലീക്കായി. സോ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ള സിനിമകളുടെയും ഇനിയും വരും വരും, അതായത് 2025 നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇനി ഇറങ്ങുന്ന സിനിമകളിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാം, പൈസ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, OTT വരും. സോ ഇപ്പൊ OTTയുടെ എല്ലാ സബ്സ്ക്രിപ്ഷനും എടുക്കുന്നതും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല വൈഫൈ കണക്ഷൻ, ജിയോന്റെ വൈഫൈ ആയാലും BSNL എടുക്കുന്ന കുറെ OTT ഒക്കെ അവർ ഫ്രീ ആയി തരുന്നുണ്ട്. പിന്നെ ഭാവിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും OTT ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇപ്പൊ എന്താ പറയാൻ പറ്റുക. മുമ്പൊക്കെ തമിഴ് റോക്കേഴ്സ് ആയിരുന്നു. ആ തമിഴ് റോക്കേഴ്സിന് ഒരു ദിവസം പൂട്ടിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു ഐഡിയയിൽ വേറൊരു പേരിൽ നെക്സ്റ്റ് ഡേ വീണ്ടും വരും. പക്ഷെ അതൊക്കെ തിയേറ്റർ പ്രിന്റ് ആണെന്നെങ്കിലും പറയാം. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്, പ്രേമത്തിന്റെ ഇതേപോലത്തെ സെൻസർ കോപ്പി റിലീസ് ആയിട്ട് വൻ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ആ പടം ചിലപ്പോൾ 100 കോടി ക്ലബിലൊക്കെ കയറി ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്